വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇപ്പോ 10th പ്രിലിംസിന്റെ ഫോർത്ത് സ്റ്റേജും കഴിഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഫോർത്ത് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും എത്രണ്ണം ശരിയായി തെറ്റായി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഒക്കെ നടത്തി. ഇപ്പോ കഴിഞ്ഞ എക്സാം ഇന്ന് നമ്മുടെ 22-ാം തീയതി നടന്ന എക്സാമിനെ കുറിച്ച് നോക്കുമ്പോൾ അതിലെ GK പൊതുവെ എളുപ്പമായിരുന്നു. GK അല്ലെ അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. എന്നാൽ സയൻസ് ഭാഗം കുറച്ച് നല്ല ചോദ്യങ്ങളായിരുന്നു, ഇത്തിരി കട്ടിയുള്ള ചോദ്യങ്ങളായിരുന്നു. അതുപോലെ മാത്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ മാത്സ് അത്ര ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മാത്സ് കുറേയധികം സമയം ചെലവാക്കി ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സമയം എന്താ പറയാ എടുക്കാൻ ഇത്തിരി മാത്സിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ സമയം കുറച്ച് കൂടുതൽ വേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പോ അതൊരു പ്രശ്നമായിരുന്നു. അപ്പൊ ഇനി ഈ ഒരു പരീക്ഷയും കൂടെ കഴിഞ്ഞപ്പോ 4 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ കണ്ടു. അപ്പോൾ പലരുടെയും ഒരു മുൻപിലുള്ള കുറേയധികം ചോദ്യങ്ങളാണ്. 10th പ്രിലിംസിന്റെ 4 സ്റ്റേജും കഴിഞ്ഞു. എത്രമാത്രം കട്ട് ഓഫ് ഇനി മെയിൻസിന് എഴുതാൻ, പ്രിലിംസിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും? ഞങ്ങൾക്ക് മാർക്ക് കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരോ ചാനലിലും കമന്റ് ബോക്സ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ കുട്ടികൾക്ക് ധാരാളം മാർക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഇനി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? മെയിൻസിന് ഞാൻ പഠിക്കണോ? കട്ട് ഓഫ് എത്ര വരും, എത്ര വരാനാണ് സാധ്യത? അങ്ങനെ പറഞ്ഞിട്ട് കുറേ അധികം കാര്യങ്ങള് പിള്ളേരുകള് ഓരോ കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോ കട്ട് ഓഫ് കൃത്യമായിട്ട് പറയാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റണ കാര്യമല്ല. പക്ഷെ എല്ലാ ടീച്ചേഴ്സും ഇപ്പോ ചാനലിൽ കൂടെ പല ടീച്ചേഴ്സും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. അത് അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ മുൻ വർഷങ്ങളിൽ എത്രമാത്രം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, അന്നൊക്കെ എത്ര വന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോ എത്രമാത്രം കുട്ടികൾ പരീക്ഷ എഴുതി, ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് അല്ലെ, ഇപ്പൊ എത്രമാത്രം ഒഴിവുകൾക്കുള്ള സാധ്യതയുണ്ട്, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ ടീച്ചേഴ്സും എന്ത് പറയുന്നത് കട്ട് ഓഫ് പ്രഡിക്ഷൻ ഒക്കെ നടത്തുന്നത്. അല്ലാതെ ഈ ഏത് ടീച്ചർമാരായാലും കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാൻ അവരാൾക്കാരല്ല, ഞാനടക്കം ആരും. കാരണം എന്തുകൊണ്ട് അത് നമുക്കല്ല സാധിക്കുക. ആർക്കാ പറ്റുക? PSC ആണ് ചെയ്യുന്നത്, പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. കുട്ടികൾ എത്രമാത്രം പരീക്ഷ എഴുതി, എത്ര കുട്ടികൾ എഴുതിയിട്ടുണ്ട്, അവർക്ക് ആവറേജ് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണ്, എത്ര വേക്കൻസീസ് ഉണ്ട് ഈ 3 വർഷത്തിനുള്ളിൽ, ഇനി എത്ര വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അവരാണ് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യുക, അല്ല കട്ട് ഓഫ് പ്രഖ്യാപിക്കുക അല്ലെ. പക്ഷേ നമുക്കറിയാം പല എക്സാമുകൾ കഴിഞ്ഞാലും മെയിൻസിന് വളരെ കുറച്ച് സമയം ബാക്കി നിൽക്കുകയായിരിക്കും. മെയിൻസിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടായിരിക്കും ചിലപ്പോ എന്തുണ്ടാവുക, റിസൾട്ട് വരെയും എന്താ പറയുന്നത് നമ്മള് എന്താ പറയാ മെയിൻസിലെത്തോ എത്തിലേ തുടങ്ങിയ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെങ്കിൽ ഈ 4 സ്റ്റേജിന്റെ പരീക്ഷകള് 4 സ്റ്റേജ് പരീക്ഷകള് വിശകലനം ചെയ്യുമ്പോൾ ഒരു 65+ ഉള്ള എല്ലാവരും തന്നെ പഠിച്ചു തുടങ്ങുക എന്ന് ഞാൻ പറയും. അത് വിചാരിച്ച് ഇനിയിപ്പോ 65+ ഉള്ളവര് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി ഇനിയിപ്പോ മെയിൻസിൽ ഞങ്ങൾ വന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തലാൻ വരണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാനല്ല ഇതിന്റെ ആള്. പക്ഷേ ഒരു 65+ ഉള്ളവർക്കൊക്കെ സാധ്യത നമ്മള് ധാരാളം കാണാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിക്കുക, പഠനം ഒരിക്കലും എന്താ പറയുന്നത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും നഷ്ടാവില്ല. കാരണം ഇനി അടുത്ത പരീക്ഷകൾ ധാരാളം വരുന്നുണ്ട്. VFAക്ക് വേണ്ടി പഠിക്കണം നമ്മള്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ ഈ LDC, നമ്മുടെ മെയിൻ ആയിട്ടുള്ള LDC വരുന്നുണ്ട്. അങ്ങനെ എക്സാമുകൾ ഇങ്ങനെ പിന്നെ പിന്നെ ചെറിയ 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 ധാരാളം എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പഠനം ഒരിക്കലും എന്താവില്ല, അധികാവില്ല. നിങ്ങൾ പഠിച്ചു എന്ന് വെച്ചാൽ യാതൊരുവിധ നഷ്ടവും വരാൻ പോണില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു 65നേക്കാൾ മുകളിൽ മാർക്ക് ഉണ്ട് എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ല കേട്ടോ. 60നും 70നൊക്കെ ഇടയിൽ മാർക്കുള്ളവരാണ്, പഠിക്കാണ്ടിരുന്നു. പ്രിൽസിന്റെ പെട്ടെന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിലുണ്ട്. മെയിൻസിനോട്ട് പഠിക്കാനോട്ട് നേരമില്ല, കുറെ നാളായിട്ട് പുസ്തകം അടച്ചു വെച്ചേക്കാം. അപ്പൊ എന്താണ്, ഇനി മെയിൻസിന് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് തീരില്ല, സിലബസ് തീരില്ല, അല്ലെങ്കിൽ കുറെ പഠിക്കാണ്ട് ആകെ ലഹളം ബഹളം. അപ്പോ നമ്മൾ നമ്മളെ തന്നെ പഴിക്കും, PSCയെ പഴിക്കും. PSC എന്താ ഇത്ര നേരം ലേറ്റ് ആയത്, അങ്ങനെ പഴിക്കും. ഞാൻ എന്തുകൊണ്ടാ പഠിക്കാണ്ടിരുന്നത്, അങ്ങനെ PSCയെ പഴിച്ചിട്ടോ നമ്മളെ പഴിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ഓരോ
ഓരോരോ വർഷം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. എത്ര കളങ്കങ്ങളൊക്കെ നമ്മൾ പേപ്പറുകളിലും കാര്യങ്ങളിലൊക്കെ കണ്ടു എങ്കിലും PSC കുറിച്ച് കണ്ടു വെച്ചാലും ഒരു വർഷം എത്രയും മാത്രം ആൾക്കാർക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടണേ എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പൊ നമ്മുടെ സ്വപ്ന ജോലി നേടിയെടുക്കാൻ അത് LDC ആയിക്കോട്ടെ, LGS ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ചിലപ്പോൾ ഏറ്റവും എന്താ പറയാ LGSൽ നിന്നായിരിക്കും നമ്മൾ ഏറ്റവും എന്താ പറയാ എന്തും നോക്കുമ്പോൾ നമ്മൾ സാലറി ഒക്കെ നോക്കിയിട്ടാ. പക്ഷെ LGS ആയാലും KSF ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം നല്ല സാലറി ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ഒരു ജോലി എന്നുള്ള ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പഠിക്കാതിരിക്കരുത്. അല്ലെങ്കിൽ ഇനി ഇതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് പറഞ്ഞ് ഇനി അടുത്ത ഒരു LDC വിജ്ഞാപനം വരുമ്പോ അല്ലെങ്കിൽ ഈ പ്രിലിംസിന്റെ എന്താ പറയാ കട്ട് ഓഫ് വരുമ്പോ ഒക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങാതെ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഭംഗിയായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ, ധൈര്യമായിട്ട്. പഠനം ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ല. അത് ഇനിയുള്ള പരീക്ഷകളിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു മുതൽക്കൂട്ടാവും കേട്ടോ.